ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ബ്രെഡ് പിസ്സ. അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഒരു കത്തി കൊണ്ട് നമുക്ക് അതിന്റെ 4 വശവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പിസ്സ സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതിയാവും കേട്ടോ. പിസ്സ സോസ് ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ പിസ്സ സോസ് ചേർത്താലാണ് നമുക്ക് ആ പിസ്സയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി അതില്ല എങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതിയാവും. പിസ്സ സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതിനുശേഷം നമുക്ക് ബ്രെഡ് പീസിന്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ പല കളറിൽ നമ്മൾ ഈ ബ്രെഡിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഭംഗി നന്നായിട്ട് തോന്നിക്കും. മറ്റുള്ള കളറുകൾ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് നമുക്ക് വേണ്ടത്. അത് സവാളയും നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ എതളുകളൊക്കെ നമുക്ക് വിടർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ എതളായിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കത്തിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചിക്കൻ അത് ചെറുതായി നുറുക്കിയിട്ട് അത് നമ്മൾ കുക്കറിൽ അല്ലെങ്കിൽ അടപ്പത്തോ വെച്ചിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം നമുക്ക് ബ്രെഡിന്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് പകരം നമുക്ക് മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ചേർക്കാം, അല്ലെങ്കിൽ സോസേജോ അല്ലെങ്കിൽ പനീറോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുന്ന റെസിപ്പി ചിക്കൻ്റെയാണ്. അപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൊസറല്ല ചീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ്വിച്ചിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ സ്ലൈസ് ചെയ്ത ചീസ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുത്താലും മതിയാവും. പിന്നീട് നമുക്ക് അകത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് അത് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ആ ഫ്രൈയിങ് പാനിന്റെ ചുറ്റും മൊത്തമായിട്ടൊന്ന് ഇളക്കി ഈ ബട്ടർ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതെല്ലാം വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കാരണം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇത് ഒരിക്കലും വെക്കാൻ പാടില്ല. കാരണം നമ്മുടെ ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ബട്ടറൊക്കെ ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് പീസ് നമുക്ക് ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മൂടിക വെച്ചിട്ട് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട്. അപ്പൊ നമ്മൾ തീരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഉടനെ തന്നെ മൂടിക ഒന്നും തുറക്കരുത്. 1 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടിക തുറക്കാം. മൂടിക തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെഡ് പീസ് നമുക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ നമ്മുടെ അടിപൊളി ബ്രെഡ് പിസ്സ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു അടിപൊളി സംഭവമാണിത്. ഇതിന് നമുക്ക് ഓവനൊന്നും ആവശ്യമില്ല. നമുക്കൊരു ഫ്രൈയിങ് പാനിൽ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന വിധമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് തന്നെ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ എളുപ്പം ഞാൻ ഫ്രൈയിങ് പാനിൽ വെച്ച് തയ്യാറാക്കുന്ന വിധമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണിത്. ഇത് തയ്യാറാക്കിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം കറക്റ്റ് അളവുകളും കാര്യങ്ങളും അല്ല ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കണ്ടുമുട്ടാം.